So, good evening, everyone, and welcome to day 7 of the Epochs Data Science Bootcamp. Today, we'll dive into unsupervised learning and clustering and discover how machines uncover hidden patterns in data. We are excited to have Arna Jagadish, software developer at Kasaba Ventures, to lead today's session. Over to you, Arna. ഓക്കെ ഓക്കെ അപ്പോൾ എൻ്റെ പേര് അർണവ്. ഞാൻ കഴിഞ്ഞൊരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ. ഐ തിങ്ക് മോസ്റ്റ്ലി മിക്ക ആൾക്കാരും ആ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഇപ്പം ഇന്ന് ഞാൻ സെഷൻ എടുക്കാൻ പോകുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബേസിക്കലി സൂപ്പർവൈസ്ഡ് ലേണിംഗ് പോലെ തന്നെയാണ് അൺസൂപ്പർവൈസ്ഡ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കണ്ടന്റും ഉണ്ട് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് പഠിക്കാനും. ഐ തിങ്ക് ഒരു സെഷനിൽ തന്നെ എല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. ഞാനപ്പോൾ അതുകൊണ്ട് ബേസിക് ആയിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞു. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഡിവിഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഡേറ്റ സയൻസിൽ മാത്രമല്ല, എല്ലായിടത്തും ഒരു കോമൺ ആയിട്ടൊരു ഡിവിഷനാണ് സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, സെമി സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ. അപ്പം അതിനകത്ത് അൺസൂപ്പർവൈസ്ഡ് തന്നെ കുറേ ഇഷ്ടംപോലെ അൽഗോരിതംസ് ഉണ്ട്. നമുക്ക് ബേസിക് ആയിട്ട് അതിനകത്ത് തന്നെ പല ഡിവിഷൻസും ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ പറയുന്ന സമയത്ത് ഇതാണ് ബേസിക് ഒരു എല്ലാ അൽഗോരിതം. നമുക്ക് ആദ്യം ബേസിക് ആയിട്ട് എന്താണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞ് നോക്കാം. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ലേബിൾസ് ഉണ്ടാവില്ല അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് പറയുന്ന സമയത്ത്. നമുക്ക് സൂപ്പർവൈസ്ഡ് ലേണിംഗ് നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാം, കുറേ ഡേറ്റ ഉണ്ട്, നമുക്ക് അവസാനം പ്രെഡിക്റ്റ് ചെയ്യേണ്ട ഒരു ഔട്ട്പുട്ടും ഉണ്ട്. നമുക്ക് എക്സും വൈയും ഉണ്ടെന്ന് പറയാം. അപ്പോൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ വരുന്ന സമയത്ത് ആ വൈയില്ല. നമുക്ക് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഔട്ട്പുട്ട്, ആ ഒരു പ്രഡിക്ഷൻ എന്താ വേണ്ടതെന്നുള്ളത് നമുക്കറിയില്ല. തന്നേക്കുന്ന ഡേറ്റ എന്ത് ഡേറ്റ ആയിക്കോട്ടെ അതിന് നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യേണ്ട ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു സൂപ്പർവൈസ്ഡ് ആണെങ്കിൽ. പക്ഷേ അൺസൂപ്പർവൈസ്ഡിൽ ആ ഒരു പ്രെഡിക്റ്റ് ചെയ്യേണ്ട ഔട്ട്പുട്ട് എന്താണെന്നൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും എന്താ പറയുക, എത്രത്തോളം കറക്റ്റ് ആണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത ഔട്ട്പുട്ട് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ അത് വെച്ചിട്ട് ഒരു അൽഗോരിതം ബിൽഡ് ചെയ്ത് നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഔട്ട്പുട്ട് എത്രത്തോളം കറക്റ്റ് ആണോ അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് എത്രത്തോളം സ്കോർ മേടിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അത് അൺസൂപ്പർവൈസ്ഡ് ആണെങ്കിൽ ഏറ്റവും വലിയ ഇഷ്യൂ ആണ്. അവിടെ മിക്ക ആൾക്കാർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അൺസൂപ്പർവൈസ്ഡ് ആയിട്ടൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, അതുകൊണ്ട് പ്രോബ്ലം ആണല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സൂപ്പർവൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എലമെന്റ് ഉണ്ടാവും. അവർ ബേസിക്കലി അത് യൂസ് ചെയ്തിട്ട് സൂപ്പർവൈസ്ഡ് ലേണിംഗ് കൺവേർട്ട് ചെയ്യാണ് മിക്ക സമയത്ത് നടക്കാറുള്ളത്. ബട്ട് അത് എല്ലായ്പ്പോഴും പ്രാവർത്തികമാവണമെന്നില്ല. ചില സമയത്ത് അങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റിയൊരു ലേബലോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ചില സമയത്ത് തന്നേക്കുന്ന ഡേറ്റയിലുള്ള അനോമലി അല്ലായിരിക്കും കണ്ടുപിടിക്കാനുള്ളത്. അപ്പം അങ്ങനെ ഒരു അനോമലിക്ക് നമുക്ക് പ്രഡിക്റ്റഡ് ആയിട്ടൊരു ഔട്ട്പുട്ട് എന്ന രീതിയിൽ കാണിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വന്ന ഇഷ്യൂസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതംസ് അപ്ലൈ ചെയ്യാം. ബട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബേസിക്കലി അതിനകത്തൊരു കറക്റ്റായിട്ട് ഔട്ട്പുട്ട് പറയാൻ പറ്റില്ല. മാത്രമല്ല ആ ഒരു ഔട്ട്പുട്ട് എത്രത്തോളം കറക്റ്റാണെന്നും പറയാൻ പറ്റില്ല. അതാണ് അതിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്നത്. നിങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സെഷൻസ് എല്ലാം പല ടൈപ്പ് ഓഫ് അൽഗോരിതം പഠിച്ചിട്ടുണ്ടാവും. അത് മിക്കതും അൺസൂപ്പർവൈസ്ഡ് ആയിരിക്കും, സൂപ്പർവൈസ്ഡ് ആയിരിക്കും. അൺസൂപ്പർവൈസ്ഡിലേക്ക് എന്ന സമയത്ത് നിങ്ങൾ മിക്ക സമയത്തും കേൾക്കാൻ പോകുന്ന ഒന്നാണ് കെ മീൻസ്, പിന്നെ ഡി ബി സ്കാന്. എൻ്റെ സ്ക്രീൻ വിസിബിൾ അല്ലേ? ഐ തിങ്ക് വിസിബിൾ ആണ്. അപ്പോൾ ഡി ബി സ്കാന്, അതുപോലെ തന്നെ പി സി എ പോലെയുള്ള സാധനം. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ മിക്ക സമയത്ത് നമ്മൾ എന്നെ ഒരു ഡിവിഷൻ പറയുകയാണെങ്കിൽ അതിന് നമുക്ക് ബേസിക് ആയിട്ട് കുറേ അൽഗോരിതംസ് എല്ലാം എന്താ പറയുക, ക്ലസ്റ്ററിങ്ങിൻ്റെ അടുത്ത് വരും. ക്ലസ്റ്ററിങ്ങിൻ്റെ അകത്താണ് നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റുന്നത്. ഡി ബി സ്കാന്, ഈ ബ്ലാക്ക് സൈഡ് കണ്ടോ, ബ്ലാക്ക് സൈഡ് മിക്കതും ക്ലസ്റ്ററിംഗ് ആണ്. അപ്പോൾ ക്ലസ്റ്ററിങ്ങിലാണ് മിക്ക സമയത്ത് മിക്ക അൽഗോരിതംസ് ഉള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അനോമലി ഡിറ്റക്ഷൻ ഉണ്ട്. അനോമലി ഡിറ്റക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് തന്നേക്കാൻ ഡേറ്റയിൽ എന്തെങ്കിലും അനോമലി ഉണ്ടോ, നോയിസ് ഉണ്ടോ, അങ്ങനെ കണ്ടുപിടിക്കാനാണ്. ഞാനിപ്പോൾ പറയുന്ന അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഈ സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഡേറ്റ സയൻസിൽ വിടുന്നതാണ്. പിന്നെ നമുക്ക് ഡേറ്റ സയൻസ് അല്ലാത്ത ടോപ്പിക്കുകളൊക്കെ ഉണ്ട്. ഈ ടോപ്പിക് മോഡലിംഗ് അല്ലെങ്കിൽ
റെപ്രസെൻറ്റേഷൻ ലേണിംഗ് എന്നൊക്കെ പറയുന്ന മിക്ക സമയത്തും ഇതാണ് വരുന്നത്, ഡീപ്പ് ലേണിംഗ് സൈഡിലേക്ക്. അവിടെ നമുക്ക് ഇൻപുട്ടായിട്ട് വരുന്നത് മിക്ക സമയത്തും ഇങ്ങനത്തെ നമ്പേഴ്സ് ആയിരിക്കത്തില്ല, പകരം എന്താ പറയുക, ടെക്സ്റ്റ് ആയിരിക്കും, ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടി ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ ഒക്കെ അതിനകത്ത് അപ്ലൈ ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഇമേജിന്റെ ഇതുണ്ടല്ലോ, ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് ബേസിക് ആയിട്ടൊരു ഹൈലി ഇൻഫോംഡ് ആണ്, പക്ഷെ ക്ലാരിറ്റി കുറച്ച് ഇമേജസ് ഒക്കെ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ക്ലാരിറ്റി കുറച്ചല്ല, സോറി, സൈസ് കുറച്ച് ഇമേജസ് ഉണ്ടാക്കാൻ പറ്റും, ബട്ട് ആ ഒരു ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് ബേസിക്കലി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് മിക്കതും ഞാനിപ്പോൾ പറയാൻ പോകുന്ന അൽഗോരിതം മിക്കതും ഡാറ്റ സയൻസിൽ വരുന്നതാണ്, ബട്ട് അതല്ലാതെ തന്നെ ബാക്കിയുള്ള അൽഗോരിതംസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചേരാം. അപ്പം നമുക്കിന്ന് പരിചയപ്പെടാൻ പോണ മിക്ക അൽഗോരിതംസ് ഒന്ന് കെ മീൻസ് ആയിരിക്കും, പിന്നെ ഒന്ന് ഡി ബി സ്കാൻ ആയിരിക്കും, പിന്നെ നമുക്ക് അൺസൂപ്പർവൈസ് ആയിരിക്കും, ഇത് ക്ലസ്റ്ററിങ് വരുന്നതാണ്. പിന്നെ അതല്ലാതെ വേറെ കുറച്ച് മെത്തേഡ്സ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. നമുക്ക് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ മിക്കൊരു കുറച്ച് കോർ കൺസെപ്റ്റ്സ് ഉണ്ട്, നമുക്കതൊന്ന് പറഞ്ഞു പോകാം. കാരണം ടിപ്പിക്കൽ ഡാറ്റ സയൻസ് മോഡൽസ് പോലെയല്ല അൺസൂപ്പർവൈസ്ഡിലേക്ക് വരുന്ന സമയത്ത്. അവിടെ നമ്മൾ കുറച്ചുകൂടെ മെഷർമെന്റ് ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഓരോ രണ്ട് പോയിന്റ്സിനും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളും എല്ലായിടത്തും വരും. ഈ ഒരു ഡിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടാണ് എല്ലാ കൺസെപ്റ്റും പറയുന്നത്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ക്ലസ്റ്ററിങ്ങിന്റെ കേസിലാണ് മിക്കതും വരുന്നത്, ബാക്കിയുള്ളവർ പിന്നെ അങ്ങനെയില്ല, നോൺ ലീനിയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. ബട്ട് മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ ഡിസ്റ്റൻസ് മെട്രിക്സ് എല്ലാം അറിഞ്ഞിരിക്കണം. എക്സാമ്പിളായിട്ട് യൂക്ലിഡിയൻ ഉണ്ട്. യൂക്ലിഡിയൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കുന്നു. ബേസിക്കലി രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ ആ രണ്ട് പോയിന്റിന്റെ എക്സ് വൈ ഇസഡ് ആക്സിസിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ബേസിക്കലി ആ ഒരു എക്സ് വൈ ഇസഡ് ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ് തമ്മിലുള്ള സ്ക്വയർ റൂട്ട് ഡിസ്റ്റൻസ് ആണ് യൂക്ലിഡ് എന്ന് പറയുന്നത്. മൻഹാട്ടൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസിന്റെ എന്താ പറയുക, കുറച്ചുകൂടെ മോസ്റ്റ് പ്രോബ്ലി ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ബേസിക്കലി ഇതൊരു ഗ്രാഫ് ആണെങ്കിൽ യൂക്ലിഡ് എന്ന് പറഞ്ഞ സമയത്ത് ഇതൊരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക, ഇതൊരു പോയിന്റും ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഡയറക്റ്റ് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ പറയുന്നത്, യൂക്ലിഡ് എന്ന് പറയുന്നത്. മൻഹാട്ടൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കും, ഇങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഇതിനെ നമ്മൾ മൻഹാട്ടൻ എന്ന് പറയും. കൊസൈൻ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് മിക്കവാറും എന്താ പറയുക, രണ്ട് പോയിന്റ് തമ്മിലുള്ള ആംഗിൾ ആയിരിക്കും. അപ്പം ഞാൻ വേറൊരു പോയിന്റ് എടുക്കുകയാണ്, ഇതൊരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക, ബേസിക്കലി ഇതൊരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പം ഈ നമുക്ക് ഇങ്ങനെ ഡിസ്റ്റൻസ് എടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഈ ആംഗിൾ ഉണ്ട്, ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നത് കൊസൈൻ ആംഗിൾ എന്ന് പറയും. അപ്പോൾ ബേസിക്കലി ആ ഒരു ആംഗിളിന്റെ നമ്മളൊരു എന്താ പറയുക, അതിൻ്റെ ഒരു പൈ വെച്ചിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ് കൊസൈൻ. അപ്പോൾ ബേസിക്കലി ഒരു 3 വാല്യൂസ് ആണ് ടിപ്പിക്കലി കാണുന്നത്. മിക്ക സമയത്ത് നിങ്ങൾ എന്തായിരിക്കും, ഈ ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഡയറക്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും നിങ്ങൾ മിക്കവാറും പറയുന്നത്. രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും മിക്ക സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ. പിന്നെ നമുക്ക് ഇതിപ്പോൾ ക്ലസ്റ്ററിങ്ങിലേക്ക് വരുന്ന സമയത്ത് പല ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കെ മീൻസ് ഒക്കെ അല്ലെങ്കിൽ കെ മീഡിയറ്റ്സ് ഒക്കെ സെൻട്രോയിഡ് ബേസ്ഡാണ്. സെൻട്രോയിഡ് ബേസ്ഡ് ലൈക്ക് പാർട്ടീഷൻ ബേസ്ഡ് എന്ന് പറയും. സെൻട്രോയിഡ് ബേസ്ഡ് ഇൻ ദ സെൻസ് നമുക്ക് തന്നേക്കുന്ന ഡേറ്റയിൽ ഒരു പോയിന്റ് നമ്മൾ സെന്റർ ആക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് ഈ സെന്ററിന്റെ ചുറ്റും ഏതൊക്കെ പോയിന്റ്സ് വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതായിരിക്കും സെൻട്രലി ബേസ്ഡ്. അപ്പം നമുക്ക് എപ്പോഴും തന്നേക്കുന്ന ഡേറ്റയിൽ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പൊസിഷൻ നമ്മളെപ്പോഴും സെന്റർ ആയിട്ട് പറയും. ആ ഒരു സെന്റർ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എപ്പോഴും എല്ലാ മെഷർമെന്റ് നടത്തുന്നത്. ഹൈറാർക്കിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി തന്നേക്കുന്ന ഡേറ്റനെ ഡിവൈഡ് ചെയ്യും. പീസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ബട്ട് അവിടെ ഒരു ഡിവിഷൻ ആയിരിക്കും മിക്കവാറും നടക്കുന്നത്. ഡെൻസിറ്റിയിലും നമുക്ക് എന്താ പറയുക, തന്നേക്കുന്ന ഡേറ്റയുടെ നിയർ ബൈ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും. പിന്നെ മോഡൽ ബേസ്ഡ് ആണ്. മോഡൽ ബേസ്ഡ് നമുക്ക് നേരത്തെ അസ്യൂം ചെയ്യും തന്നേക്കുന്ന ഡേറ്റയുടെ ഷേപ്പ് റൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഗോസിയൻ ലെവലായിരിക്കും. എന്നിട്ട് ആ ഷേപ്പിന് ഫിറ്റ് ചെയ്യുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ സർക്കിൾസ് ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ പോയിന്റ്സിന്റെ ഒരു ഷേപ്പ് അവിടെ ഉണ്ടോ നമ്മൾ നോക്കും. അതാണ് മോഡൽ ബേസ്ഡ്. ജസ്റ്റ് നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം, കാരണം കൂടുതൽ ഡെപ്ത് ആയിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ബേസിക്കലി വേറെ യൂട്യൂബ് വീഡിയോസിൽ ഇതൊക്കെ എന്തായാലും പഠിക്കും. നമുക്ക് ബേസിക്കലി അൽഗോറിതംന്റെ തിയറി അല്ല ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മതി. ഇക്വേഷൻ ആയിട്ട് കൂടുതൽ നിങ്ങൾക്ക് ഐ തിങ്ക് സ്വന്തമായിട്ട് പഠിക്കണമായിരിക്കും നല്ലത്. ഞാനിപ്പോൾ പറയാൻ നോക്കിക്കഴിഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ബേസിക് ആയിട്ട് ഏതൊക്കെ അൽഗോറിതംസ് ഉണ്ട് അതിന്റെ കുറച്ചൊരു എക്സാമ്പിൾസും കാര്യം ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം വരുന്നതാണ് സെൻട്രോയിഡ് ബേസ്ഡ്. സെൻട്രോയിഡ് ബേസ് എന്ന് പറയുന്ന സമയത്ത്
നമുക്ക് കുറെ പോയിന്റ്സ് ഉണ്ടാവും. ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ് ആൻഡ് ഇതൊരു പോയിന്റ് എന്ന് വിചാരിക്കുക. ആൻഡ് ഇപ്പം നമുക്ക് ഈ ഒരു പോയിന്റിന് എന്ത് പറയാൻ പറ്റും? സെന്റർ എന്ന് പറയാൻ പറ്റും. ഇവിടെ ഒരു സെന്റർ ഉണ്ട്. ഈ സെന്റർ തമ്മിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട്? ഇത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു സെൻട്രോയിഡ് ആണ് ആൻഡ് ഇതൊരു സെൻട്രോയിഡ് ആണ്. എന്നിട്ട് ഈ സെൻട്രോയിഡിൽ തമ്മിൽ ബേസിക്കലി ഏതൊക്കെ പോയിന്റ്സ് ആണ് അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ പറയും ഇത്രയും പോയിന്റ്സ് ഇതിൻ്റെ അടുത്ത് ഇതുള്ളതുകൊണ്ട് ഇതെല്ലാം ഈ സെൻട്രോയിഡിൻ്റെ താഴെ, ഈ പോയിന്റ്സ് ഒക്കെയാണ് ഇതിൻ്റെ താഴെ ഉള്ളതുകൊണ്ട് ഇത് ഇതിൻ്റെ താഴെ എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ഡിവിഷൻ നമ്മൾ എന്ത് പറയും? സെൻട്രോയിഡ് ഡിവിസിൽ എന്ന് പറയും. പിന്നെ അതിനകത്താണ് കെ മീൻസ്, കെ മീഡിയോയുടെ ഒക്കെ പറയുന്നത്. കെ മീൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, ഇതിനകത്ത് തന്നെ ബേസിക്കലി ഒരു പോയിന്റ് എടുക്കാനായിരിക്കും. ഈ നമുക്ക് ബേസിക്കലി 2 പോയിന്റ് എടുക്കാനായിരിക്കും. നമുക്ക് ഈ ഒരു പോയിന്റ് സെൻറ്റർ ആയിട്ട് എടുക്കാം, ഈ ഒരു പോയിന്റ് സെൻറ്റർ ആയിട്ട് എടുക്കാം. അപ്പോൾ 2 സെൻറ്റർ. നമുക്ക് കെ മീൻസിൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ പറയണം ഏതൊക്കെയായിരിക്കും സെൻറ്റർ എന്നുള്ളത്. റാൻഡമിലി നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനകത്തൊന്നാണ് നമുക്ക് സെൻറ്റർ എവിടെയാണുള്ളത്. എന്നിട്ട് ആ സെൻറ്ററിൻ്റെ തമ്മിലുള്ള നമുക്ക് ഓരോ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടോ, നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആവറേജ് എടുക്കും. ആവറേജ് എടുത്തിട്ട് ആ ആവറേജ് തമ്മിൽ ആവറേജ് എവിടെയാണ്? ബേസിക്കലി ഇവിടെയാണ് ആവറേജ് എന്ന് വിചാരിക്കുക. ഈ ഒരു സെൻറ്ററാണ് അതിൻ്റെ അവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും? പുതിയ സെൻറ്ററോയിഡായിട്ട് എടുക്കും. അപ്പോൾ ഈ സെൻറ്ററോയിഡായിട്ട് എടുത്തിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നോടെ എല്ലാ പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ ഡിസ്റ്റൻസിൻ്റെ ആവറേജ് എടുക്കും. എന്നിട്ട് ആ ഡിസ്റ്റൻസിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സെൻറ്ററിൽ തന്നെ പോയിന്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ പോയിന്റ് തമ്മിലുള്ള ഏതൊക്കെ പോയിന്റ് ആണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കും. ഇതാണ് കെ മീൻസ്. കെ മീഡിയോട് നമ്മൾ ശ്രമിക്കുന്നത് മീഡിയൻ കണ്ടുപിടിക്കണം, ആവറേജ് കണ്ടുപിടിക്കില്ല. കാരണം ആവറേജ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. പക്ഷേ മീഡിയോന്റെ പ്രശ്നം എന്താ? നമ്മുടെ ഒരു മിന്നും ഒരു മാക്സും ഉണ്ടെങ്കിൽ അതിന് സെൻറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ഭയങ്കര കാൽക്കുലേറ്റ്ലി ഇഷ്ടംപോലെ നല്ല കാൽക്കുലേഷൻ കൊള്ളാം. കണ്ടുപിടിക്കാൻ തന്നേക്കുന്ന എല്ലാ ഡിസ്റ്റൻസും കണ്ടുപിടിക്കുകയും ചെയ്യണം. ഇനി മിൻ ഏതാണ്, മാക്സ് ഏതാണ് നമുക്ക് കണ്ടുപിടിക്കണം. ആവറേജ് ഭയങ്കര എളുപ്പമാണ്, ജസ്റ്റ് ആഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ബൈ 2 ചെയ്താൽ മതി. പക്ഷേ മീഡിയോട് കണ്ടുപിടിക്കാനായിട്ട് കുറച്ചുകൂടെ, അല്ലെങ്കിൽ മീഡിയം കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ ഒരു പാടാണ്. ഞാൻ ജസ്റ്റ് 2 എണ്ണം പറഞ്ഞു എന്നുള്ളൂ. നമുക്കത് അതിനകത്തേക്ക് പോവാം. പിന്നെ നമുക്ക് ഇതുപോലെ വരുന്നതാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. അൺസൂപ്പർവൈസ്ഡ് ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ക്ലസ്റ്ററിങ് ആണ്. അതായത് ഒരു ക്ലസ്റ്റേഴ്സ് ഉണ്ടാവും, കുറേ പോയിന്റ്സ് ഉണ്ടാവും, അത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ എപ്പോഴും നോക്കുന്നത്. അല്ലെങ്കിൽ അതിനെ വെച്ചിട്ട് പാറ്റേൺ ഉണ്ട്. ഈ ഒരു ഗ്രൂപ്പ് വെച്ചാണ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് ബേസിക്കലി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഇതിനകത്ത് നമുക്ക് മിക്കവാറും ക്ലാസിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് നേരത്തെ അറിയാൻ തന്നു, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, റിഗ്രഷൻ ഉണ്ട്. മിക്ക സമയത്തും അൺസൂപ്പർവൈസ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ എസ്പെഷ്യലി ക്ലസ്റ്ററിങ്ങിനകത്ത് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് ആണ് നമ്മൾ എപ്പോഴും എടുക്കുക. കാരണം ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പം. റിഗ്രഷൻ പോലെ നമുക്ക് ഒരു പ്രെഡിക്റ്റീവ് പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ഉണ്ട്, ലൈക്ക് ഇതുണ്ട്. ബട്ട് കുറേയും കൂടെ ഏറ്റവും കൂടുതൽ എളുപ്പവും കുറേ കൂടെ അൽഗോറിതംസ് ഇതിനകത്തുള്ളത് ക്ലസ്റ്ററിങ്ങിനകത്താണ്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആ ഒരു ഡൊമൈനകത്താണ്. അതുപോലെ തന്നെ ക്ലസ്റ്ററിംഗ് പോലെ തന്നെ വേറൊരു ഇതാണ് ഡയമെൻഷണൽ റിഡക്ഷൻ അല്ലെങ്കിൽ PCA. ഡയമെൻഷണൽ റിഡക്ഷനിൽ ഒരു എക്സാമ്പിൾ ആണ് PCA. ഡയമെൻഷണൽ റിഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി തന്നേക്കണ ഗ്രാഫ് ഉണ്ടായിരിക്കും. നമുക്ക് ഇപ്പോൾ ഇതൊരു 2D ഗ്രാഫാണ്. അപ്പോൾ 2D ഗ്രാഫിനകത്ത് നമുക്ക് കുറേ ഡേറ്റ ഉണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ഡേറ്റ ഉണ്ട്. ഈ ഡേറ്റയെ നമുക്ക് 2D നിന്ന് 1D ആക്കണം. അതായത് ഈ ഒരു ഡയമെൻഷനിൽ നിന്ന് ഈ 1D ഡയമെൻഷനിലേക്ക് ആക്കണം. അപ്പോൾ 1D ആക്കി കഴിഞ്ഞാലേക്ക് അപ്പോൾ അതൊരു നമുക്ക് ബേസിക്കലി തന്നേക്കുന്ന ഡേറ്റ ഓരോ കോളംസിനും ഓരോ ഡയമെൻഷൻ നമ്മൾ ടിപ്പിക്കലി പറയുന്നത്. അപ്പോൾ ഒരു 10 കോളമുള്ള ഡേറ്റ ആണെങ്കിൽ 10 ഡയമെൻഷണൽ ഡേറ്റ ആയിരിക്കും. ഇപ്പോൾ 10 ഡയമെൻഷണൽ ഡേറ്റയുടെ ഏറ്റവും വലിയ ഇഷ്യൂസ് ഉണ്ട്. എന്താ, കുറേ സ്പാഴ്സ് ആണ്. മാത്രമല്ല കുറേ കൂടെ എന്താ പറയുക, ഭയങ്കര സ്പാഴ്സ്ഡ് ആയിട്ടാണ് ഇൻഫർമേഷൻ കിടക്കുന്നത്. നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റത്തില്ല ഡേറ്റയുടെ എങ്ങനെയാണ് ഇരിക്കണേ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറേ കൂടെ കണ്ടൻസ്ഡ് ഫോമിലാക്കാനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ചെയ്യാൻ പറ്റും. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 കോളം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എത്രത്തേക്ക് ചുരുക്കാൻ പറ്റും? 2 അല്ലെങ്കിൽ 3 കോളത്തിലേക്ക് ചുരുക്കാൻ പറ്റും. ഈ ഒരു പരിപാടി തന്നെയാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയമെൻഷണൽ റിഡക്ഷൻ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PCA മെത്തേഡ് പറയാം. PCA എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രാഫിനകത്ത് നമുക്കറിയാം ഇതാണ് ഡേറ്റ. ഈ ഡേറ്റയിൽ നമുക്ക് ഏതൊരു ഡയറക്ഷനിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൻസ് ഇൻഫർമേഷൻ കിട്ടുന്നത്. നമുക്കിപ്പോൾ നോക്കാം, നമുക്ക് ഇങ്ങനെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത്ര ഇൻഫർമേഷനെ കിട്ടുള്ളൂ. ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ ഇൻഫർമേഷൻ കിട്ടുള്ളൂ.
ബട്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു ചരിച്ച് വരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇൻഫർമേഷൻ കിട്ടും. ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പം ഞാൻ കുറച്ചുകൂടെ ഒരു കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കുറേയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് ഓരോ എണ്ണത്തിനും ഇതിനകത്തേക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു പരിപാടിയാണ് ബേസിക് ആയിട്ട് പറഞ്ഞുള്ളൂ. ഞാനിത് മാത്തമാറ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ കുറേയും കൂടെ ഒരു ഡിഫറെൻ്റ് ഒരു പരിപാടിയാണ്. നമുക്ക് ബേസിക്കലി മെട്രിക്സ് നമുക്ക് 10ലും അല്ലെങ്കിൽ 12ലൊക്കെ എനിക്ക് പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോളേജിലായിരിക്കും മിക്കവാറും പഠിക്കുക നിങ്ങൾ. മെട്രിക്സിൻ്റെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏത് ആക്സിസിലാണ് വേരിയേഷൻ കണ്ടുപിടിക്കും. അപ്പോൾ അത് മാത്തമാറ്റിക്കലി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് മെത്തേഡാണ്. ബട്ട് ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഇന്നർ മീനിങ്. അപ്പോൾ ആ ഒരു ഗ്രാഫിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഏത് ആക്സിസ് ആണ് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്നത് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് അതിന് പല പി സി പറയാം. ലൈക്ക് ഫസ്റ്റ് പി സി ഉണ്ട്, സെക്കൻഡ് പി സി ഉണ്ട്, തേർഡ് പി സി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡയമെൻഷനിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്ന എവിടെയാണ്, സെക്കൻഡ് ഡയമെൻഷൻ വരുമ്പോൾ എവിടേക്കായിരിക്കും കിടക്കണേ. അപ്പോൾ അങ്ങനെ നമുക്ക് പറയുന്നതാണ് പി സി എ. പിന്നെ അതുപോലെ തന്നെ പി സി എ പെടുന്നൊരു സാധനമാണ് എൽ ഡി എ. ബേസിക്കലി നമുക്ക് ഏത് ആക്സിസിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ പറയണതിന് പകരം തിരിച്ചു പറയും ഏത് ആക്സിസിലാണ് നമുക്ക് ഏറ്റവും കുറവ് ഇൻഫർമേഷൻ തന്നെ, അല്ലെങ്കിൽ ഒരു ഡിവിഷൻ തന്നെ. എൽ ഡി എ നിങ്ങൾ ഇപ്പോൾ മിക്കവാറും കേൾക്കാൻ ചാൻസ് കുറവാണ്. എൽ ഡി എ കൂടുതലും നേരത്തെ ഉണ്ടായിരുന്നു, സൂപ്പർവൈസ് ലേണിങ്ങിലൊരു എക്സാമ്പിളായിട്ട് പറയായിരുന്നു. ഇപ്പം അത്രയും ഇല്ല. ബട്ട് മാത്തമാറ്റിക്കലി കുറേയും കൂടെ പറഞ്ഞു പോകുമ്പോൾ തിയറി ആയിട്ട് പഠിക്കുന്ന സമയം നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കാം. ആ ഒരു പരിപാടിയാണ് പി സി എ. പി സി എ ഇതറിഞ്ഞ കോവേരിയൻസ് മെട്രിക്സ് കണ്ടുപിടിക്കും. അതിന് നമുക്ക് ഏഗൻ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അത് വെച്ച് ചെയ്യും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, കാരണം നല്ല തിയറിയാണ്, നിങ്ങൾക്കത് പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ പാടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് പറയാനാണെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം ചെയ്യാനുണ്ട്. ഒന്നാമത്തെ നമുക്കൊരു പരിപാടിയാണ് അതിൻ്റെ എന്താ പറയുക, ഇത് കണ്ടുപിടിക്കാം, സ്കെയിലിംഗ് നോക്കാം. സ്കെയിലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ഡയമെൻഷനിൽ ഡേറ്റ ഇപ്പോൾ 1 തൊട്ട് 10 വരെ വരാം ഒരു കോളത്തിൻ്റെ വാല്യൂ. അല്ലെങ്കിൽ നമുക്കൊരു ഏജ് പറയുന്നത് 1 തൊട്ട് 100ആണ്. നമുക്കൊരു റേഞ്ച് പറയുകയാണെങ്കിൽ ഏജിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 തൊട്ട് 100 വരെ. പക്ഷെ നമ്മൾ പൈസ അല്ലെങ്കിൽ എല്ലാം എടുക്കുവാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് തന്നെ ഒരു എന്ന് പറയുന്നത് പല റേഞ്ച് വരാം. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1000 തൊട്ട് 1,00,000 അല്ലെങ്കിൽ 1 കോടിയൊക്കെ വരാം. അപ്പോൾ രണ്ടിൻ്റെ റേഞ്ചുകളുണ്ട്. 1 തൊട്ട് 100 തന്നെ വരും, 1 തൊട്ട് 1000 1,00,000 വരുന്ന സമയത്ത് രണ്ടും രണ്ട് റേഞ്ചിലാണ് നടക്കുന്നത്. പക്ഷെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, രണ്ടും രണ്ട് റേഞ്ചിലായതുകൊണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇത്രയുള്ള ഡേറ്റയാണോ, അല്ലെങ്കിൽ ഈ 100-ലെ 10ആണോ, അല്ലെങ്കിൽ 1,00,000-ൻ്റെ 10ആണോ ഏറ്റവും വലുത്? 100-ലെ 10ആണ് ലൈക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത്. അപ്പോൾ ആ ഒരു സ്കെയിൽ ഡിഫറൻസ് വരുന്നത് മിക്ക സമയത്തും എപ്പോഴും ഇഷ്യൂ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ക്ലസ്റ്ററിങ് പോലെയുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനകത്ത് നമ്മൾ എപ്പോഴും ആദ്യം ചെയ്യുന്നൊരു പരിപാടിയാണ് സ്കെയിൽ സെയിം ആക്കുക എന്നുള്ളത്. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത്. നമ്മളതിപ്പോൾ ഞാൻ ഇത് ചെയ്യും. പിന്നെ കെ മീൻസിൽ ഒരു ഇഷ്യൂ എന്നതാണ് ഔട്ട്ലയേഴ്സ്. ഔട്ട്ലയേഴ്സ് എന്ന് ഉദ്ദേശിക്കണേ കെ മീൻ കണ്ടുപിടിക്കുന്നത് ആവറേജ് വെച്ചായതുകൊണ്ട് ഔട്ട്ലയേഴ്സ് എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്കത് എപ്പോഴും ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്കിനി ഐ തിങ്ക് തിയറി ഏകദേശം ഒന്ന് പറഞ്ഞു പോയി, നമുക്കിനി കോഡിലേക്ക് എടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ടിപ്പിക്കലി ജനറേറ്റ് ചെയ്തൊരു ഡേറ്റ സെറ്റാണ്. ഞാൻ ഡേറ്റ സെറ്റ് ക്ലബിൽ പോയില്ല, കാരണം അത് കിട്ടാൻ ഇത്തിരി പാടായിരിക്കും. അതിനകത്ത് തന്നെ ഇഷ്ടംപോലെ നൾ വാല്യൂസ് ഉണ്ടാവും. ഫീച്ചർ ചെയ്യും പരിപാടി ചെയ്ത് കഴിഞ്ഞാലാണ് ടിപ്പിക്കലി നല്ലൊരു ഡേറ്റ സെറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു സിന്തറ്റിക് ആയ ഒരു ഡേറ്റ സെറ്റാണ് ഇവിടെ യൂസ് ചെയ്തേക്കണേ. അപ്പം അതിനകത്ത് ബേസിക്കലി എത്രത്തോളം ഒരു സൈറ്റാണെന്ന് വിചാരിക്കുക. ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ആ വെബ്സൈറ്റിൽ എത്ര പ്രാവശ്യം ഒരാൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഓർഡർ നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആമസോണൊക്കെയാണ്, ആമസോണിൽ എത്ര പ്രാവശ്യം നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ആൻഡ് ഓർഡർ വാല്യൂ എത്ര, അതാണ് വെബ്സൈറ്റ്. ഇത് നിങ്ങൾ എത്ര അവസാനമായിട്ട് വിസിറ്റ് ചെയ്തപ്പോഴാണ്. ഇത് കസ്റ്റമർ ഏജ്, എപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു കസ്റ്റമറിൻ്റെ ഏജ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ഡേറ്റ. നമുക്ക് ആ ഒരു ഡേറ്റയിനകത്ത് എങ്ങനെയാണ് നമുക്ക് ബേസിക്കലി ക്ലസ്റ്റർ ചെയ്യണമെന്ന് പരിപാടി നോക്കാം. അപ്പോൾ അതിനാദ്യം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്കെയിലിങ്. സ്കെയിലിങ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തന്നേക്കുന്ന ഡേറ്റേനെ ഇപ്പോൾ ഒരു 1 തൊട്ട് 100ഉം 1 തൊട്ട് 1,00,000 എന്ന റേഞ്ചിനെ നമുക്ക് സെയിം റേഞ്ചിലേക്ക് കൊണ്ടുവരണം. ആ ഒരു സെയിം റേഞ്ചിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഓരോ ഡേറ്റ പോയിന്റ് ആണ്. അതായത് എക്സും വൈയും, അല്ലെങ്കിൽ ഇതാണ് ഒരു ഡാറ്റ പോയിന്റ്. ഇത് 0 എന്നുണ്ടോ, 0 എന്ന് പറഞ്ഞാൽ ഇതൊരു ഡാറ്റ പോയിന്റ്. ഈ ഒരു ഇത്രയും വാല്യൂസ് ഒരു ഡാറ്റ പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡാറ്റ പോയിന്റ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് സ്കെയിൽ ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീൻ എടുക്കും. ഈ ഒരു കോളം ഉണ്ടെങ്കിൽ ആ കോളത്തിൻ്റെ മീൻ എടുക്കും. മീൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിന് റെഡ്യൂസ് ചെയ്യും.
എന്നിട്ട് ഡിവൈഡഡ് ബൈ വേരിയേഷൻ. സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്ന വേരിയേഷൻ. ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു വന്ന വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഡേറ്റ, അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കും. ഇത് നമുക്ക് ബേസിക്കലി ഒരു വൺ ഓഫ് ദ മെത്തേഡാണ്. അതല്ലാതെ തന്നെ മെത്തേഡാണ് മിൻമാക്സ്. മിൻമാക്സ് കുറേ കൂടെ റോബസ്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേക്കുന്ന റേഞ്ചിൽ ഏറ്റവും മിനിമം വാല്യൂ കണ്ടുപിടിക്കും, മാക്സിമം വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ചെയ്യാനും കുറേ കൂടെ എളുപ്പമാണ്. പിന്നെ വരുന്നത് ഈ റോബസ്കെയിലിംഗ്. റോബസ്കെയിലർ കുറച്ചുകൂടെ പാടാണ് ചെയ്യാനായിട്ട്, ബട്ട് കുറേ കൂടെ നല്ലതാണ്. പിന്നെ ആബ്സലൂട്ട് മാക്സ്, പിന്നെ ലോകം കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് തന്നേക്കുന്ന ഡേറ്റ സ്ക്യൂഡ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. സ്ക്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന ഇപ്പോൾ ഡേറ്റ നമുക്കൊരു ഗ്രാഫായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വല്ല ഡേറ്റാസ് ടിപ്പിക്കലി നമുക്ക് കിട്ടുന്ന ഡേറ്റ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്റർ ഉണ്ടല്ലോ, ഈ ഒരു സെൻറ്റർ ഉണ്ടോ, ഈ ഒരു സെൻറ്ററിനെ നമ്മൾ മീൻ എന്ന് വിളിക്കും, ഈ ഒരു റേഞ്ചിനെ നമ്മൾ വേരിയേഷൻ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ബേസിക്കലി എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പോയിന്റിൻ്റെയും ടിപ്പിക്കലി സെയിം റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഗ്രാഫായിരിക്കും. അടുത്തൊരു കോളം വരുന്നത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടിനെയും ഒരേ സ്കെയിലിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതായത് ഒരേ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ്. ബട്ട് ടിപ്പിക്കലി അങ്ങനെ ആവണമെന്നില്ല. ഡേറ്റ ചില സമയത്ത് ഇങ്ങനെയൊക്കെ വരാം. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി ആ ഒരു മീൻ മാക്സ് ഡിറ്റക്ഷൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആവണമെന്നില്ല, സെൻസിറ്റീവ് ആയിരിക്കും എന്തിന് ഈ മാക്സിമം വാല്യൂസിന്. അപ്പം നമുക്ക് ബേസിക്കലി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം വരും. കാരണം ഇവിടെയാണ് അതിൻ്റെ ഒരു ആവറേജ് എന്ന് പറയാൻ കിടക്കാം, ഹൈ വാല്യൂസ് കൂടുതലുള്ളതുകൊണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ലോഗ് യൂസ് ചെയ്യാൻ പറ്റും. പാണ്ടാസിനകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് സ്കെയിലർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്ത് നമുക്ക് ബേസിക്കലി ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ വെച്ച് നമുക്ക് ഡേറ്റ എടുക്കുക, അതിനകത്തേക്ക് പാസ് ചെയ്യുക, ആൻഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക്കലി തന്നേക്കുന്ന ഡേറ്റേനെ ആ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ റേഞ്ചിലേക്ക് കൊണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബേസിക്കലി കെ മീൻസ് ഫിറ്റ് ചെയ്യാൻ പറ്റും. കെ മീൻസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് ആദ്യം ഒരു ക്ലസ്റ്റർ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ എത്ര ക്ലസ്റ്റേഴ്സ് വേണം ചൂസ് ചെയ്യണം. ആ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ക്ലസ്റ്റർ എത്രയാണ് ചൂസ് ചെയ്യണം. കാരണം നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ക്ലസ്റ്റർ ചൂസ് ചെയ്യാം, ഇവിടെ ക്ലസ്റ്റർ ചൂസ് ചെയ്യാം, ഇവിടെ ക്ലസ്റ്റർ ചൂസ് ചെയ്യാം. അപ്പോൾ 2 ക്ലസ്റ്റർ ആണെങ്കിൽ നമുക്ക് 2 സെൻറ്റർ കിട്ടും, അപ്പോൾ 2 സർക്കിൾസ് കിട്ടും. ബട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പോയിന്റും കൂടെ ഇവിടെ ആഡ് ചെയ്യാം, അപ്പോൾ നമുക്ക് 3 ക്ലസ്റ്റർ കിട്ടും. അപ്പോൾ ടിപ്പിക്കലി നമുക്ക് എത്ര ക്ലസ്റ്റർ വേണം നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്യും. അപ്പോൾ അത്രത്തോളം അസ്യൂം ചെയ്തത് കറക്റ്റ് ആണെന്ന് നോക്കാനായിട്ട് നമുക്ക് കുറച്ച് മെഷേഴ്സും കാര്യങ്ങളുണ്ട്. നമുക്ക് ആരോ തന്നേക്കണേ എന്താ പറയുക. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, കെ മീൻസിന് പല വേരിയേഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് ടിപ്പിക്കലി നിങ്ങൾ എവിടെയും കേൾക്കുന്ന ഒരു കെ വേരിയേഷൻ ആയിരിക്കും. പിന്നെ കെ മീഡിയേറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ മീഡിയം ഡിസ്റ്റൻസ് യൂസ് ചെയ്യും ആവറേജ് കണ്ടുപിടിക്കുന്നതിന് പകരം. പിന്നെ കെ മീൻ പ്ലസ് പ്ലസ് ഉണ്ട്, അത് ബേസിക്കലി സെൻറ്റർ റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നതിന് പകരം ഒരു പ്രോബിലിറ്റി യൂസ് ചെയ്തിട്ട് എപ്പോഴായിരിക്കും എവിടെയാണ് കൂടുതൽ കറക്റ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് സർക്കിൾ ഫോം ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് കണ്ടുപിടിക്കും. കാരണം നിങ്ങൾ ഏത് പോയിന്റ് ആണോ ആദ്യം ക്ലസ്റ്റർ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ ഈ ഒരു പോയിന്റും ഇവിടെ തന്നെ 2 പോയിന്റിനെയും ക്ലസ്റ്റർ ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ബേസിക്കലി മിക്കവാറും ഇങ്ങനെയായിരിക്കും വേണ്ടത്. ഇതൊരു സെൻറ്ററായിട്ടും വരാം. പക്ഷെ കാണുന്ന ഗ്രാഫിൽ നിങ്ങൾക്കറിയാം ഇത് രണ്ടും സെയിം അല്ല എന്നുള്ളത്. അപ്പോൾ അതിനെ ടിപ്പിക്കലി നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് 2 പോയിന്റ് ചൂസ് ചെയ്യണം. അതിന് നമുക്ക് കെ മീൻ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അത് ജസ്റ്റ് ഇനിഷ്യലൈസേഷൻ മെത്തേഡാണ്, കെ മീൻസ് തന്നെയാണ് അപ്പോഴും. അപ്പോൾ ഈ പറഞ്ഞ അൽഗോറിതംസ് ഇപ്പം ഞാൻ കുറച്ചെണ്ണം പറഞ്ഞു തന്നു. അപ്പോൾ ഈ അൽഗോറിതംസ് നമുക്ക് മെഷർ ചെയ്യണം. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനകത്ത് നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഇപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് നമ്മൾ കുറേ മെഷർമെൻറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയാനായിട്ട് ആക്യുറസി, പ്രിസിഷൻ, അങ്ങനെ കുറച്ച് സാധനം നമ്മൾ പഠിച്ചായിരുന്നു. നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് മെഷേഴ്സ് ഉണ്ട് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട്. അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ക്ലസ്റ്ററിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഷെവ്ലെറ്റ് സ്കോർ, ഈ ഡവേഴ്സ്, ബോളിൻ ആൻഡ് ഗാംസ്കി. ഇപ്പോൾ ഇത് ബേസിക് ആയിട്ട് ഇതിനകത്ത് പറയുന്നതാണ്. ടിപ്പിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഷെവ്ലെറ്റ് സ്കോറും പിന്നെ ബോളിനും ഇനേർഷ്യയാണ്. അപ്പോൾ ഈ 3 മെഷേഴ്സാണ് നമ്മൾ ക്ലസ്റ്ററിങ്ങിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുണമല്ല, അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നേക്കുന്ന ഡേറ്റയിനകത്ത് നമ്മൾ എവിടെയാണ്
ടിപ്പിക്കൽ നമുക്ക് ഒരു 10 ക്ലസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. 10 ക്ലസ്റ്ററിലും എല്ലാ ഡേറ്റ ഉണ്ടാവുന്നില്ലല്ലോ. ചിലപ്പോൾ എം ടി ക്ലസ്റ്റേഴ്സ് ഉണ്ടാവാം, ചിലപ്പോൾ 1-2 പോയിന്റ് ഉള്ള ക്ലസ്റ്റേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഈ തന്നേക്കുന്ന ഡേറ്റയിൽ എത്രത്തോളം ഡേറ്റ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെഷർമെന്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ആദ്യം വരുന്നത് ഇനേഷ്യയാണ്. ഇനേഷ്യയുടെ ഒരു എക്സാമ്പിൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ക്ലസ്റ്റർ മെഷർമെന്റ് ഉണ്ട്, ഔട്ട്സൈഡ് ക്ലസ്റ്റർ ഉണ്ട്. ഇപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ക്ലസ്റ്റർ ആണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ ക്ലസ്റ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം ഈ പോയിന്റ്സ് എല്ലാം ഈ ഒരു ക്ലസ്റ്ററിൽ അല്ലെങ്കിൽ ഇതൊരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക, ഇതൊരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം അല്ലേ, ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ക്ലസ്റ്ററും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസും കണ്ടുപിടിക്കാൻ പറ്റും. ഈ രണ്ട് ഡിസ്റ്റൻസും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബേസിക്കലി ഈ ഒരു മെഷറും ഈ ഒരു മെഷറും കണ്ടുപിടിച്ച് ഇതും കൂടെ മെഷറും കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ ഒരു ടോട്ടലായിട്ട് നമ്മൾ പറയും. ഇതിനാണ് നമ്മൾ WCSS എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്കോർ നമുക്ക് എപ്പോഴും മാക്സിമം ആണ് വരേണ്ടത്. ഒരു മൂന്നാമത്തെ ഒരു ക്ലസ്റ്റർ വരുവാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്തൊരു പോയിന്റും 2 പോയിന്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു വാല്യൂ വരും, ഈ ഒരു വാല്യൂ വരും, ഈ ഒരു വാല്യൂ വരും. അപ്പോൾ ബേസിക്കലി ആദ്യത്തെ വാല്യൂത്തിനേക്കാളും കുറച്ചുകൂടെ ഇൻക്രീസ്ഡ് ആയിരിക്കും ഈ ഒരു വാല്യൂ. അപ്പോൾ അതിന് പകരം നമുക്ക് ഇങ്ങനെ ക്ലസ്റ്റർ ആയിരിക്കും കുറേ കൂടെ ആപ്റ്റ്, 2-3 ക്ലസ്റ്റർ വേണ്ടേക്കാളും. പിന്നെ വരുന്ന പറഞ്ഞാണ് ഷവർ സ്കോർ. പിന്നെ ഇത് നമുക്ക് ബേസിക്കലി ഈ 3 മെഷർമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഗ്രാഫ് കണ്ടറിയാം നമുക്ക് ഓരോ ക്ലസ്റ്റേഴ്സ് നമ്മളിപ്പോൾ വെച്ചിട്ട് നമുക്ക് 3 മെഷർമെൻറ്റ് കണ്ടുപിടിച്ചതാണ്. അതിനകത്ത് നമുക്ക് എൽബോ മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു ഗ്രാഫ് കണ്ടോ, ഈ ഗ്രാഫിൽ ബേസിക്കലി 3നും എൽബോ മെത്തേഡ് എന്ന് പറയില്ല. വെൽബോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് എപ്പോഴാണ് ഡിവൈഡ് ചെയ്യണത് കണ്ടുപിടിക്കാനായിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു ഗ്രാഫ് ആണെങ്കിൽ ഈ ഗ്രാഫിൽ ഏത് പോയിന്റിൽ വരുമ്പോഴാണ് ആ ഒരു ഡിവിഷൻ വരുന്നത് കണ്ടത്. നമുക്കൊരു എൽബോ കയ്യൻ്റെ ഒരു മുട്ടുണ്ടല്ലോ, മുട്ട് പോലെയാണ് ഈ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എൽബോ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അത് ബേസിക്കലി നമുക്ക് എന്താ ഹ്യൂറിസ്റ്റിക് ആയിട്ടുള്ളൊരു മെഷർമെൻറ്റാണ്. ഇപ്പോൾ ഇതിനകത്ത് 5 എടുക്കണം, നമുക്ക് 4 എടുക്കണമെങ്കിൽ എടുക്കാം. എൽബോ മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിന്റ് എവിടെയാണ് ഡിവിഷൻ തന്നെ അവിടെ എടുക്കുക എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് കെ മീൻസിൻ്റെ ഒരു എക്സിക്യൂഷനാണ് കാണിച്ചേക്കുന്നത്. അതിനകത്ത് നമുക്ക് ക്ലസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് കൊടുത്തു, മെഷർമെൻറ്റ് കൊടുത്തു, ഇനിഷ്യൽ എത്ര ക്ലസ്റ്റേഴ്സ് വേണം, ലൈക്ക് പോയിന്റ്സ് വേണം, പിന്നെ എത്രത്തോളം ഇറ്ററേഷൻസ് പോകണം. ഒപ്റ്റിമലിക്ക് നമ്മൾ 5 കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതൊരു ഗ്രാഫ് ഉണ്ടല്ലോ. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് ഞാൻ വെച്ചിട്ടുണ്ടായില്ല, ബാക്കി നമുക്ക് എന്തായാലും പറഞ്ഞു. പിന്നെ വരുന്ന ഇത് പീസ് ഞാൻ അടുത്ത് പറയാം. DB സ്കാനിലേക്ക് പോകാം. DB സ്കാൻ എന്ന് പറയുന്നത് ബേസിക്കലി കെ മീൻസ് നമുക്ക് എപ്പോഴും സെൻറ്റർ കണ്ടുപിടിക്കാം, അല്ല ഒരു സെൻറ്റർ വെച്ചിട്ട് സെൻറ്ററിൻ്റെ ഒരു അസംഷനിലാണ് ബാക്കിയെല്ലാം പോകുന്നത്. DB സ്കാനിൽ അതില്ല. DB സ്കാനിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് എന്ന് വിചാരിക്കുക, ആൻഡ് പോയിന്റിന് ചുറ്റും വേറെ കുറച്ച് പോയിന്റ് എന്ന് വിചാരിക്കുക. ഒരു പോയിന്റ് ഉണ്ട്, ഇതൊരു പോയിന്റ് ഉണ്ട്, ഇതൊരു പോയിന്റ് ഉണ്ട്, ഇതൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിന് തമ്മിൽ എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റ് നമ്മൾ ഇനിഷ്യലി ഒരു പോയിന്റ് എടുക്കും, എന്നിട്ട് ഈ പോയിന്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ട്, മിനിമം പോയിന്റ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ് നമ്മളൊരു സർക്കിൾ വരയ്ക്കും. ആ സർക്കിൾ ഏതൊക്കെ പോയിന്റ്സ് ഉണ്ടെന്ന് നോക്കും. ആ ഒരു സർക്കിൾ എടുക്കും, അതിൽ ആ സർക്കിൾ നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കും. എന്നിട്ട് ആ പോയിന്റ്സ് തമ്മിലുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കും. ഓക്കെ, ഒരു മിനിറ്റ്. ഒരു സർക്കിൾ എടുക്കാൻ ആയിരിക്കാം, നമുക്ക് ആ ഒരു സർക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് മിനിമം ഡിസ്റ്റൻസ് ആണ്. ഒരു റേഡിയസ് ഉണ്ടാവുമല്ലോ, ആ റേഡിയസ് വെച്ചിട്ടൊരു സർക്കിൾ വരയ്ക്കാൻ വിചാരിച്ചാൽ മതി. ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റ് വെച്ചിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കാതിരിക്കുക. ആ ഒരു സർക്കിളിൽ എത്രത്തോളം പോയിന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പോയിന്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അതിന് നമുക്കൊരു 4 പോയിന്റ്സ് ഉണ്ടെങ്കിൽ, അല്ല 5 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പറയാം നമുക്ക് 4 മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു സെൻറ്റർ കിട്ടി, അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ കിട്ടി. ഈ ക്ലസ്റ്റർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് തന്നെ ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് വെച്ച് നമുക്ക് പിന്നെ ക്ലസ്റ്റർ വരയ്ക്കാൻ പറ്റും അല്ലേ. ഈ ഒരു പോയിന്റ് വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു ക്ലസ്റ്റർ വരയ്ക്കാൻ പറ്റും.
ഇങ്ങനെ ക്ലസ്റ്റർ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലസ്റ്റർ വരച്ച് എന്ത് പറ്റും, ഒരു വരച്ച് 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 നമുക്കൊരു ഗ്രൂപ്പ് കിട്ടും. നമ്മളിത് ഇങ്ങനെ വരച്ച് വരച്ച് ഈ ഒരു ക്ലസ്റ്റർ കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ക്ലസ്റ്ററും ഈ ക്ലസ്റ്ററുമായിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇനിയും പോയിന്റ്സ് ഉണ്ടോ നോക്കാം. ഇനിയും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പുതിയൊരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റ് ചെയ്യുമ്പോൾ ഒരു ക്ലസ്റ്റർ വരയ്ക്കും. എന്നിട്ട് ആ ഒരു ക്ലസ്റ്ററിലുള്ള അടുത്ത പോയിന്റ്സ് എല്ലാം വെച്ചിട്ട് പിന്നെ ഒരു ക്ലസ്റ്റർ വരയ്ക്കും. അപ്പം അങ്ങനെ നമ്മളിവിടെ ഒരു ഫില്ല് ചെയ്യും, അതുപോലെ തന്നെ ഇവിടെ ഫില്ല് ചെയ്യും. അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ DB സ്കാൻ എന്ന് വിളിക്കുന്നത്. DB സ്കാൻ മറ്റേതുപോലെ സെൻസിറ്റീവ് അല്ല. കെ മീൻസിലൊക്കെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 2 ക്ലസ്റ്ററാണ് പാടുള്ളൂ. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് വന്ന് എന്ത് ചെയ്യും, ആ പോയിന്റിനെ കൂടെ നമ്മൾ ക്ലസ്റ്ററിൽ ഉൾപ്പെടുത്താൻ നോക്കിയിട്ട് സെന്റർ ഇവിടെ കണ്ടായിരിക്കും വരുന്നത്. പക്ഷേ DB സ്കാനിൽ ഒരു ഇഷ്യൂ ഇല്ല. നമുക്കിപ്പോൾ ഇവിടെ ക്ലസ്റ്റർ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ക്ലസ്റ്റർ ആയിട്ട് തന്നെ വിചാരിക്കും. അതുകൊണ്ട് തന്നെ DB സ്കാനിൽ നമുക്ക് എപ്പോഴും ക്ലസ്റ്റർ എത്ര എണ്ണം വേണമെന്നോ അല്ലെങ്കിൽ നമുക്ക് എത്ര സെന്റർ വേണമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് ബേസിക്കലി ട്രെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് എത്രത്തോളം ക്ലസ്റ്റർ ഉണ്ടെന്ന് നാച്ചുറലി കണ്ടുപിടിക്കും. അതാണ് DB സ്കാൻ. DB സ്കാൻ്റെ അതുകൊണ്ട് തന്നെ കൂടുതലും റോബസ്റ്റ് ആണ്, എന്താ നോയിസും അല്ലെങ്കിൽ ഔട്ട്ലയേഴ്സിനും തമ്മിൽ. ഇപ്പോൾ ഇത് DB സ്കാൻ വെച്ച് കണ്ടുപിടിച്ചതാണ്. ഇപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്നതാണ് സർക്കിളിൻ്റെ റേഡിയസ്. ആ സർക്കിളിൻ്റെ റേഡിയസ് നമ്മൾ പയ്യെ പയ്യെ കൂട്ടി 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 വന്നു. അപ്പോൾ അതിനകത്ത് ഏത് പോയിന്റ് എത്തിയപ്പോഴാണ് നമുക്ക് ബേസിക്കലി നല്ലൊരു മെഷർമെൻറ്റ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ അതെടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വലൈസേഷനാണ് ഈ കാണുന്ന ഗ്രാഫ്. ഇപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് വിചാരിക്കുക, ആ പോയിന്റ് തമ്മിലുള്ളൊരു സർക്കിൾ വരയ്ക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ സർക്കിൾ വെച്ച് ഈ ഒരു ഡിവിഷൻ കിട്ടും, അതുപോലെ തന്നെ ഈ ഒരു ഡിവിഷൻ കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് വരാം എന്തിനകത്ത്, ക്ലസ്റ്ററിനകത്ത്. ഇത് കണ്ട് നമുക്ക് ഇവിടെ കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ അത് ക്ലസ്റ്റർ ആക്കി ഡിവൈഡ് ചെയ്ത്. അപ്പോൾ നമുക്ക് DB സ്കാനിന് പകരം നമ്മളിപ്പോൾ കെ മീൻസ് ആണ് യൂസ് ചെയ്തെങ്കിൽ ഈ ഒരു സാധനം മൊത്തം ഒരു ക്ലസ്റ്റർ ആയിട്ട് വിചാരിച്ചത്. പിന്നെ വരുന്നതാണ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്. ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നേക്കണ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ 2 പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഈ 2 പോയിന്റും അല്ല, തന്നേക്കണ ഗ്രാഫിൽ ഏതൊക്കെ ഗ്രാഫുകളുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പോയിന്റ് ഉണ്ടോ ആ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. എന്നിട്ട് എല്ലാ ഡിസ്റ്റൻസിൻ്റെ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ്, നമുക്കിപ്പോൾ ഇതിനകത്ത് തന്നേക്കുന്ന ഗ്രാഫിനകത്ത് ഇതും ഈ 2 പോയിന്റ് തമ്മിലാണ് ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് എങ്കിൽ ആ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്തിട്ട് ഈ 2 ഒറ്റ ക്ലസ്റ്റർ ആക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നേക്കുന്ന ഗ്രാഫിനകത്ത് പിന്നെയും ഏതൊക്കെ പോയിന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ മിനിമം ഡിസ്റ്റൻസ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പേരിനെ നമ്മൾ എന്ത് പറയണത്, അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ്. അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ് ആണ് ഇപ്പോൾ പറഞ്ഞ സാധനം. പിന്നെ അതല്ലാതൊരു ക്ലസ്റ്ററിങ് കൂടെ ഉണ്ട്, ഡിസ്ട്രീവ് ക്ലസ്റ്ററിങ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബേസിക്കലി എല്ലാ പോയിന്റ്സും ഒറ്റ ക്ലസ്റ്റർ ആക്കി വിചാരിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് വരാം. പക്ഷെ നമ്മൾ ടിപ്പിക്കലി മിക്ക സമയത്തും കാണുന്നത് അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പല രീതിയിൽ ലിങ്കേജ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 പോയിന്റിന്റെ തമ്മിലുള്ള ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് ഏത് 2 പോയിന്റ് തമ്മിലാണ് ഏറ്റവും കുറവ് ഡിസ്റ്റൻസ്, അതിനെ കണക്ട് ചെയ്യും. ബട്ട് ഇപ്പം നമ്മൾ വിചാരിക്കാം 3 പോയിന്റ് വരാൻ വിചാരിക്കാം, 3 അല്ലെങ്കിൽ ഒരു 4 പോയിന്റ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വരാം, ഇവിടെ ഒരു പോയിന്റ് വരാം. നമുക്ക് ബേസിക്കലി ഇങ്ങനെ പോയിന്റ് വരുവാണെങ്കിൽ ഈ 3 തമ്മിൽ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം ഇങ്ങനെ. അപ്പോൾ ഒരു ക്ലസ്റ്ററായി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കണം ഈ ഒരു ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസ് ഈ ക്ലസ്റ്ററും ഈ ഒരു പോയിന്റും തമ്മിൽ കണ്ടുപിടിക്കാൻ നമുക്ക് പല മെത്തേഡുണ്ട്. ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റ് ഏറ്റവും അടുത്തുള്ള പോയിന്റാണ്. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, തന്നേക്കണ ക്ലസ്റ്ററിലെ പോയിന്റിൽ ഏറ്റവും കൂടുതൽ അടുത്ത് ഏതാണ്, ഇതുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഏതാണെന്ന് വെച്ചിട്ട് അത് വെച്ചുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇതിനെ നമ്മൾ സിമ്പിൾ ലിങ്കേജ് എന്ന് വിളിക്കും. പകരം നമുക്ക് എന്ത് പറ്റും, ഈ ഒരു ഏറ്റവും കൂടുതൽ ദൂരെയുള്ള പോയിന്റ് ഏതാണോ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, ഈ ഒരു ഡിസ്റ്റൻസ്. ഇനി നമ്മൾ കംപ്ലീറ്റ് ലിങ്കേജ് എന്നും പകരം ഈ ഒരു ക്ലസ്റ്ററിന്റെ ആവറേജ് കണ്ടുപിടിച്ചിട്ട് ആവറേജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ആവറേജ് ലിങ്കേജ് എന്ന് വിളിക്കാം. അപ്പം ഇങ്ങനെ ബേസിക്കായിട്ട് കുറച്ച് ലിങ്കേജ് മെത്തേഡുകളുണ്ട്. അപ്പോൾ ഈ ലിങ്കേജ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഇതിനെ ക്ലസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ആവറേജ് ക്ലസ്റ്ററിങ് ആണ് ഏറ്റവും കൂടുതൽ കുറേ കൂടെ നല്ലത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്ലസ്റ്ററിങ് ആവുന്ന സമയത്ത് നമുക്ക് തന്നേക്കണ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും, കോമ്പാക്റ്റ് ആയിരിക്കും. ഇപ്പം ഇവിടെയുള്ള പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും എക്സ്പാൻഡ് ചെയ്ത് വലിയ ക്ലസ്റ്റേഴ്സ് കിട്ടും. പകരം ദൂരെയുള്ള പോയിന്റ് ആണെങ്കിൽ എപ്പോഴും ഏറ്റവും മിനിമം നമ്പർ ഓഫ് അല്ലെങ്കിൽ പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്ത് നമുക്ക് ഫുൾ ലിങ്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. ഇതിനെ നമ്മൾ ഡെൻഡോഗ്രാം എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് ഈ ഡെൻഡോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു എത്രത്തോളം ക്ലസ്റ്റർ വേണം, നമുക്ക് ഇവിടെ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്ലസ്റ്റർ കിട്ടും, ഒരു ക്ലസ്റ്ററും 2 ക്ലസ്റ്ററും. ഇവിടെ താഴെ വെച്ച് ഡിവൈഡ് ചെയ്യുന്ന 1, 2, 3, 4, 5 ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
അങ്ങനെ നമുക്ക് എവിടെ ഡിവിഷൻ വേണം നമുക്ക് വേണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്, നമുക്ക് എത്രത്തോളം ക്ലസ്റ്റർ വേണമെന്ന്. എന്നിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മറ്റേ മെഷർമെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഷവലറ്റ് മെഷർമെന്റ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ 3 അൽഗോരിതംസ്. ഈ 3 അൽഗോരിതംസ് ആണ് ടിപ്പിക്കലി നിങ്ങൾ കൂടുതലും കേൾക്കുന്നത്. പിന്നെ ഞാൻ ടിപ്പിക്കലി കൂടുതൽ നിങ്ങൾ കേൾക്കാറുള്ളത് അതല്ലാതെ പിന്നെ കുറച്ച് അവിടെ ഐ തിങ്ക് അൽഗോരിതംസ് ഉണ്ട്, കുറേ കൂടെ അഡ്വാൻസ്ഡ് അൽഗോരിതംസ്. ബട്ട് നമുക്കത് ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യാനുള്ള സമയമില്ല. ഇത് ബേസിക് ആയിട്ട് നിങ്ങൾ എപ്പോഴും ആരെങ്കിലും ചോദിച്ചാൽ ലൈക്ക് പറഞ്ഞു പോകണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒത്തിരി സ്പീഡിലാണ് പോയെന്ന് തോന്നുന്നു. ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്? ഇപ്പൊ ഇത്ര നമ്മൾ കവർ ചെയ്ത ക്ലസ്റ്ററിങ്ങിന്റെ ഒരു സെക്ഷനാണ് മെയിനായിട്ട് ഞാൻ കോഡ് വെച്ച് കാണിച്ചത്. ബട്ട് ക്ലസ്റ്ററിങ് അല്ലാതെ തന്നെ വേറെ കുറേ മെഷർമെന്റ് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഡൈമെൻഷണൽ റിഡക്ഷൻ, പിന്നെ ഉള്ളത് അനോമലി ഡിറ്റക്ഷൻ, അങ്ങനത്തെ പരിപാടിയുണ്ട്. നമുക്ക് ഡിസിഷൻ ട്രീ അറിയാമല്ലോ, നമുക്ക് റാൻഡം ഫോറസ്റ്റ് പോലത്തെ ഡിസിഷൻ ട്രീ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലസ്റ്ററിങ് ചെയ്യാം അല്ലേ. തന്നേക്കുന്ന ഡേറ്റയാണ് നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പം അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തന്നേക്കണ അതിനകത്ത് റാൻഡം ഫോറസ്റ്റ് അല്ല സോറി ഡിസാർഡർ ഡിസിഷൻ ട്രീ വെച്ചിട്ട് നമുക്ക് ഗ്രാഫിനെ കട്ട് ചെയ്യാൻ പറ്റും പല സെക്ഷനായിട്ട്. എന്ന് വെച്ചാൽ നമുക്ക് അനോമലി കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു ടിപ്പിക്കലായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ് അനോമലി ഡിറ്റക്ഷൻ്റെ. പിന്നെ നമുക്ക് പറയാനുള്ളതായിരുന്നു പി സി ഒരു ഗ്രാഫാണ് ഈ കാണുന്നത്. അപ്പോൾ തന്നേക്കുന്ന ഡേറ്റനകത്ത് പി സി അപ്ലൈ ചെയ്തേക്കണേണത്. പി സിനകത്ത് ഈ ഒരു സൈഡ് കണ്ടോ, ഇതാണ് നമുക്ക് PC1 PC2 എന്ന് പറയുന്നത് എത്രത്തോളം ഇൻഫർമേഷൻ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഡയമെൻഷനാണ് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഈ പോയിന്റ് എല്ലാം നമ്മൾ ഈ ഒരു ആക്സിസിലേക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഇവിടെ കിട്ടും. ബട്ട് പകരം ഈ ഒരു ആക്സിസിലേക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത്രത്തോളം കിട്ടില്ല. അപ്പം അങ്ങനെ ചെയ്ത് നമുക്ക് PC കണ്ടുപിടിക്കാൻ പറ്റും. PCയുടെ ഏറ്റവും കൂടുതൽ യൂസ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന എന്താ ഡേറ്റ വിഷ്വലൈസേഷൻ. ബാക്കിയുള്ള ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഗ്രാഫിനകത്ത് 10 കോളം ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊരു 10 കോളത്തിന് വിഷ്വലൈസേഷൻ ചെയ്യാൻ ഭയങ്കര പാടാണ് അല്ലേ, ഗ്രാഫിൽ വരച്ച് കാണിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ബട്ട് നമുക്ക് PC യൂസ് ചെയ്തിട്ട് കണ്ടൻസ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു പിക്ചർ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ബേസിക്കലി കമ്പോണൻസ് 3 ആണ് കൊടുത്തത്, അതുകൊണ്ടാണ് നമുക്ക് 3 ആക്സിസ് കിട്ടി. റാൻഡം സ്റ്റേറ്റ് നമുക്ക് ബേസിക്കലി എന്തെങ്കിലും ഡേറ്റ ഓരോ പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് മാറാതിരിക്കാൻ വേണ്ടി റാൻഡം സ്റ്റേറ്റ് കൊടുത്തു. നമ്മളത് പ്ലോട്ടിങ് വെച്ചിട്ട് ഗ്രാഫ് ചെയ്താണ്. ഞാൻ ടിപ്പിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ക്ലസ്റ്ററിങ് അല്ലെങ്കിൽ നമുക്ക് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇതിപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞ കെ മീൻസിൻ്റെയും അല്ലെങ്കിൽ അൽഗോരിതമിയുടെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ബേസിക്കലി ക്ലസ്റ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടതാണ്. ഇപ്പോൾ ബേസിക്കലി അതേ ഗ്രാഫാണ് നമ്മൾ ആദ്യം കണ്ട അതേ ഗ്രാഫാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബേസിക്കലി 2 അൽഗോരിതംസും എങ്ങനെയാണ് ക്ലസ്റ്റർ ചെയ്തേക്കുന്നത് നോക്കിയത്. അപ്പോൾ ഏകദേശം സിമിലർ ക്ലസ്റ്ററിംഗ് ആണ് ഇവിടെ കാണുന്നത്. കുറച്ചൊരു ഡിഫറൻസ് ആണ് ഇവിടെയാണ്. കെ മീൻസിനകത്ത് ഇപ്പോൾ ഈ ഒരു പോയിന്റ് അകത്താണ് വന്നത്. ബട്ട് അഗ്ലോമറേറ്റീവ് എടുത്തപ്പോൾ സമയത്ത് അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ക്ലസ്റ്ററിൻ്റെ അകത്തായിട്ട് കയറ്റി. അത് ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്യാൻ എളുപ്പമുള്ളത് കെ മീൻസ് ആണ്. ബാക്കിയുള്ളത് പിന്നെ DB സ്കാനും ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. ബട്ട് ബാക്കി ഇപ്പോൾ ഹൈറാർക്കിയിലൊക്കെ ആണെങ്കിൽ കുറേ ടൈം എടുക്കും ട്രെയിൻ ചെയ്ത് കിട്ടാനായിട്ട്. ടിപ്പിക്കലി പിന്നെ ക്ലസ്റ്ററിങ് യൂസ് ചെയ്യുന്നത് പിന്നെ ഭയങ്കര വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതിനകത്തല്ല, ഡീപ്പ് ലേണിംഗ് പറയുന്നത് ഓട്ടോ എൻകോഡേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഓട്ടോ എൻകോഡേഴ്സ് കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓട്ടോ എൻകോഡേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇമേജ് ജനറേഷൻ അറിയാലോ, ഇമേജ് ജനറേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ്. കാരണം നമുക്ക് ബേസിക്കലി പ്രോംപ്റ്റ് കൊടുക്കുന്നു, അതിന് നമുക്ക് എത്തിക്കാനുള്ളത് ബേസിക്കലി ഇമേജ് നമുക്ക് പിന്നെ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഹലോ, ഇപ്പോൾ ഓഡിബിൾ ആണോ? ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ബേസിക്കലി മൊത്തത്തിലൊരു കവർ ചെയ്ത് പോയതേ ഉള്ളൂ. ഞാൻ ഇൻഡെപ്തായിട്ട് എവിടെയും പോയിട്ടില്ല. ഇൻഡെപ്തായിട്ട് പോയി കഴിഞ്ഞപ്പോൾ തീരില്ല എന്തായാലും. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിരുന്നു, അതാണ് എനിക്ക് ആദ്യം കേൾക്കട്ടോ. നിങ്ങൾക്ക് ഇവിടെ വൈറ്റ് ബോർഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വരച്ച് കാണിക്കുന്ന എങ്ങനെയാണെന്ന് അറിയണ്ടാവില്ല, അതാണ് എൻ്റെ വലിയൊരു കൺഫ്യൂഷൻ.
തന്നേക്കുന്ന ഡേറ്റ സെറ്റ് നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ടിൽ ഇരുന്നിപ്പോൾ ക്ലാസ് എടുക്കണ കോളേജിലല്ലാണെങ്കിൽ നമുക്കിരുന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണിച്ചു തരാനായിട്ട് എനിക്ക് കൂടുതൽ ഇരുന്ന് കാണിച്ചു തരാൻ പറ്റുന്നതല്ലാണ്ട് ഗ്രാഫായിട്ട് കാണിച്ചു തരാൻ ഭയങ്കര ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് സോറി. ബട്ട് ഞാൻ കുറച്ച് മെറ്റീരിയൽസ് എന്തായാലും ഷെയർ ചെയ്യാം ഗ്രൂപ്പിനകത്ത്. ഞാൻ കറക്റ്റ് ലൈക്ക് യൂസ് ചെയ്ത മെറ്റീരിയൽസ് പഠിക്കാനായിട്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ വിഷ്വലായിട്ട് കാണുമ്പോൾ കുറേ കൂടെ കത്തും ഈ ക്ലസ്റ്ററിങ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പരിപാടി ചെയ്യണമെന്നുള്ളത്. ഞാൻ കെ മീൻസ് പറഞ്ഞു തന്നാലും കുറച്ചുകൂടെ വിഷ്വലായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് കാണുമ്പോഴാണ് കുറേ കൂടെ എളുപ്പം. ഓക്കെ, സെൻട്രോയിഡ് ഫസ്റ്റ് ഗ്രാഫ്. ഓക്കെ, ഐ തിങ്ക് നീ ഉദ്ദേശിച്ചത് കെ മീൻസ് ആണെന്ന് വിചാരിക്കുന്നു. കാരണം ക്ലസ്റ്റർ അതിനകത്താണ് ഗ്രാഫ് നമ്മൾ സെൻട്രോയിഡ് യൂസ് ചെയ്യുന്നത്. സെൻട്രോയിഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് റാൻഡം ആയിട്ട് തന്നേക്കുന്ന ഡേറ്റ സെറ്റിൽ നമുക്ക് ഡേറ്റ സെറ്റ് റാൻഡം ആയിട്ട് ഏതെങ്കിലും 2 പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, സെൻട്രായിട്ട് വിചാരിക്കും. ഈ 2 സെൻട്രായിട്ട് വിചാരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഒരു ഇറ്ററേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യും സെൻറ്റർ കണ്ടുപിടിക്കുന്നത്. ഒരു സെൻറ്റർ കണ്ടുപിടിക്കുന്ന അൽഗോരിതത്തിന് നമ്മൾ ബേസിക്കലി കെ മീൻസ് അൽഗോരിതം തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, തന്നേക്കുന്ന സെൻറ്ററും ബാക്കിയുള്ള പോയിന്റ്സ്, ഇപ്പോൾ ഞാനൊരു 2 പോയിന്റ് ഉണ്ടെങ്കിൽ വരച്ച് കാണിച്ച ചെറിയ ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ എടുക്കുവാണ്, ഈ ഒരു പോയിന്റും ഈ പോയിന്റ് കണ്ട് നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും, അപ്പോൾ ഈ തന്നേക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആവറേജ് എടുക്കും. പിന്നെ ആവറേജ് എടുക്കുന്ന സമയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു സെൻറ്ററിലായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ആവറേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ആവറേജ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഈ തന്നേക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം കണ്ടുപിടിച്ച ഒരു ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏത് പോയിന്റ് തമ്മിലാണ്, നമുക്കിപ്പോൾ ഇവിടെ ഒരു പോയിന്റിലാണ് ആ ഒരു ആവറേജ് ഡിസ്റ്റൻസ് എങ്കിൽ ആ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും സെൻറ്ററായിട്ട് എടുക്കും. സെൻറ്ററിൻ്റെ ഒരു കെ മീൻസും കെ മീഡിയോൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ കെ മീനിൽ നമ്മൾ എപ്പോഴും ഒരു പോയിന്റ് സെൻറ്ററായിട്ട് ചൂസ് ചെയ്യും. കെ മീഡിയോയിൽ ഉണ്ടാവില്ല. കെ മീഡിയോയിട്ട് ജസ്റ്റ് ഒരു ടിപ്പ് എന്താ പറയുക, ഒരു നമ്മൾ ഇമാജിൻ ചെയ്യും ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടെന്ന്, എന്നിട്ട് നമുക്ക് അത് ചൂസ് ചെയ്യാൻ ചെയ്യുന്നത്. പക്ഷേ കെ മീൻസിനെപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും ഒരു സെൻറ്റർ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു സെൻറ്റർ ആണ്, സെൻറ്റർ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യണം. അപ്പോൾ ഈ സെൻറ്റർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ തന്നേക്കുന്ന ക്ലസ്റ്റർ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഇരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് ഇരുന്നെങ്കിൽ, അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഇങ്ങനെയായിരുന്നു ഗ്രാഫ് ഇരുന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഗ്രാഫ് മൂവ് ചെയ്യും. പിന്നെ ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്ന സമയത്ത് നമ്മളിപ്പോൾ സെൻറ്ററായിട്ട് ഇപ്പം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ഇപ്പോൾ സെൻറ്ററായിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈ സമയത്ത് ഇവിടേക്കുള്ള പോയിന്റ്സ് നമുക്ക് ദൂരെയാന്ന് പറയും. ബട്ട് ഈ പോയിന്റ് ഇവിടെ വന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിൻ്റെ അടുത്താണ് ഇവിടെ ഉള്ളൊരു പോയിന്റ്. അപ്പം നമുക്ക് കറക്റ്റ് സെൻറ്ററോട് അടുത്ത് വരുന്ന സമയത്ത് ആദ്യം ടിപ്പിക്കലി സെൻറ്ററിൽ അല്ലാത്ത പോയിന്റ്സ് ഒക്കെ സെൻറ്ററിലേക്ക് ചേർന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും കെ മീൻസിനകത്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് എപ്പോഴും നമുക്ക് നോക്കണം. ഇനിഷ്യൽ എവിടെ നിന്നാണ് ആ ഒരു സെൻറ്റർ അല്ലെങ്കിൽ ഏതാണ് പോയിന്റ്സ് നമ്മൾ സെൻറ്ററായിട്ട് വിചാരിക്കണേ അതനുസരിച്ചായിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രാഫ്. സോറി, ഞാൻ ഒന്നുകൂടെ പറയാം. ഐ തിങ്ക് ഐ എക്സ്റ്റർണലി സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു പോയിന്റ് തന്നെയായിരിക്കാം. ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള പോയിന്റ്സ് ഉണ്ടല്ലോ ഈ ഒരു പോയിന്റ് ഇവിടെ ഉള്ള പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ആവറേജ് എടുക്കും. ഇപ്പോൾ ഈ ഒരു ക്ലസ്റ്റർ തമ്മിലുള്ള ആവറേജ് ആണ് എടുക്കാൻ വിചാരിക്കുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ക്ലസ്റ്റർ ആവറേജ് എങ്ങാണ്ട് ഇവിടെയാണോ ഉള്ളെങ്കിൽ ആ ഒരു പോയിന്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് സെൻറ്ററായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിന്റെ ആവറേജ് കണ്ടുപിടിക്കുന്നത് നമുക്ക് എപ്പോഴും ഈ ഒരു ക്ലസ്റ്ററിന്റെ സെൻറ്റർ ഇവിടെ ആയിട്ട് കിട്ടും. അപ്പോൾ പകരം നമ്മൾ ഇവിടെ ഒരു പോയിന്റ് തമ്മിലുള്ള ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ബേസിക്കലി ഇങ്ങോട്ട് നീങ്ങും, ബട്ട് ഈ ഒരു ക്ലസ്റ്റർ ആയിരിക്കില്ല, വേറൊരു പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സെൻറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് പുതിയതായിട്ട് വയ്ക്കും. അപ്പോൾ നമുക്ക് ബേസിക്കലി ഈ ഒരു പോയിന്റ് ആ കിട്ടുന്നെങ്കിൽ പുതിയ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അല്ല പുതിയ സെൻറ്റർ ഇതായിരിക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു ക്ലസ്റ്റർ ഏകദേശം ഇതാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പോയിന്റ് ചെയ്തായിരുന്ന സമയത്ത് ഈ ഒരു ക്ലസ്റ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ഈ ഒരു ക്ലസ്റ്റർ കിട്ടിയുള്ളൂ. ബട്ട് നമ്മൾ പോയിന്റ് പിന്നെ നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങോട്ട് നീങ്ങി. അപ്പോൾ ആ ഒരു നമുക്ക് എന്ത് ചെയ്യും, ഓരോ ഇറ്ററേഷനിലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ക്ലസ്റ്റർ നീങ്ങിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി നമ്മൾ ഷിയറിൽ സ്കോർ അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടുപിടിച്ചല്ലോ, ആ ഒരു സ്കോറിൽ വ്യത്യാസം വരാതിരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ മൂവ്മെന്റ് നിൽക്കും. എപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും, ഈ ഇറ്ററേഷൻ നമ്മൾ നിർത്തും. കാൽക്കുലേഷൻ വഴി ഞാൻ കാണിച്ചു തന്നില്ല, ബട്ട്
ഞാനെങ്കിൽ കാണിച്ചു തരാം. ഈ ഒരു എന്താ പറയുക, ഇതാണ് നമ്മൾ ബേസിക്കലി ക്ലസ്റ്ററിങ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ലോയിഡ് അൽഗോരിതം വിളിക്കും, ബട്ട് ക്ലസ്റ്റർ അൽഗോരിതം വിളിച്ചാൽ വ്യത്യാസമൊന്നുമില്ല. ഇതാണ് നമുക്ക് ബേസിക്കലി സെൻറ്ററോട് ചൂസ് ചെയ്യാനുള്ള ഒരു മെഷർമെൻറ്റ്. ഏത് പോയിന്റ് ആണോ അതിൻ്റെ ഒരു ആവറേജ് ആയിട്ട് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാമ്പിളാണ് കെ മീൻസ്. നമുക്ക് ഇപ്പോൾ ഏറ്റവും ആദ്യം പഠിപ്പിച്ചു വന്നൊരു പോയിന്റാണ് കെ മീൻസ്. ബട്ട് അതല്ല, അത് ഭയങ്കര ടിപ്പിക്കലി ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് കൂടുതൽ കുറേ കൂടെ നല്ല കുറച്ച് അൽഗോറിതംസ് വന്നിട്ടുണ്ട്. ഡി ബി സ്കാൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ പൈലറ്റ്, ക്ലിക്ക്, അങ്ങനെ കുറച്ച് വന്നിട്ടുണ്ട്. ഗ്രാഫ് ഒക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന കുറച്ച് ക്ലസ്റ്ററിങ് അൽഗോറിതംസ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും പറഞ്ഞു പോയാൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇഫ് യു ഹാവ് ടൈം, ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് പ്രോബ്ലം വേണമെന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ കെ മീൻസ് പോലെ സാധനത്തിനൊക്കെ. കാരണം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്താൻ ഇത്തിരി പാടുണ്ട്. കാരണം ഡാറ്റ സയൻസിൽ നമുക്ക് സൂപ്പർവൈസ് ലേണിംഗ് പോലെയല്ല ക്ലസ്റ്ററിങ് അല്ലെങ്കിൽ അൺസൂപ്പർവൈസിലേക്ക് വന്ന സമയത്ത്. മറ്റേനാൽ നമ്മൾ മിക്ക സമയത്തും ഗ്രാഫ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഡേറ്റ പോയിന്റ്സ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് കുറവായിരുന്നു. അല്ല, ഉണ്ടായിരുന്നു, ബട്ട് കുറവായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കൂടുതലും പോയിന്റ്സ് ആയിട്ട് കൺസിഡർ അല്ലെങ്കിൽ ക്ലസ്റ്ററിങ് എന്ന് പറയുന്ന പരിപാടി ആവറേജും കൺസിഡർ ചെയ്യും. നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രേഡിയൻ ഡിസെൻറ്റ് പോലെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഭയങ്കര ടിപ്പിക്കലി ഡിഫറെൻ്റ് ഒരു വേ ആണ് ചെയ്യാനായിട്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ മൊത്തത്തിലായിട്ടിലേക്ക് ഡേറ്റാ സയൻസിൽ എന്തെങ്കിലും ഫുള്ളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടോ, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഇതിനകത്ത് സ്പെസിഫിക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാ നമുക്ക് സെഷൻ ഇവിടെ നിർത്തിയാലോ? എന്നാ ഓക്കെ അല്ലേ? Wind up the session for today. Thank you everyone for joining today's session. Thank you.